ദിവസങ്ങളിൽ നടക്കുന്നപ്പോ അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ സഭയായി അവരുടെ പ്രാർത്ഥനയിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ നെൽസൺ ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിച്ച് ഞങ്ങളോടൊപ്പം ഈ ദൈവസഭയുടെ കൂട്ടാളികളായി തീരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ അവരുടെ യാത്രകളെ ശുഭമാക്കണമേ. അവർക്ക് വേണ്ടതെന്ന് ദൈവം കരുതി കൊടുക്കണമേ. മാനസികവും ശാരീരികവും ആത്മീയവുമായി ആമേൻ അവർക്ക് വേണ്ട ഭൗതിക വഴികൾ നന്മകളൊക്കെ സ്വർഗ്ഗമേ അവർക്ക് മൂവിന് വേണ്ട എല്ലാ ദൈവിക ഫേവറും തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ. റിനു ബ്രദർ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ആമേൻ ദാസനെ സഹായിക്കണമേ. അകലെയായിരിക്കുന്ന കർത്താവേ തന്നെ ആമേൻ സിസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ആമേൻ തലമുറകൾക്കായി സ്തോത്രം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോജി ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. സാം ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ബിനു ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവം കാത്തു സൂക്ഷിക്കണമേ കർത്താവേ. എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകരുത്. അവരുടെ ഉപജീവന മാർഗങ്ങളെ കാവൽ ചെയ്യണമെന്ന് ഞങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കർത്താവേ. ഞങ്ങളുടെ ഇടയിലുള്ള കർത്താവേ, യൗവനക്കാരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഫിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. പ്രിയവൈദ്യനെ സഹായിക്കണമേ. ശരണായി വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. പ്രിയവൈദ്യനെ സഹായിക്കണമേ. അബിയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവ് സഹായിക്കണമേ. ഒലിവിയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയമകൻ ജോഷുവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരി ത്യാഗിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ. ഒരിക്കലെങ്കിലും ഞങ്ങളോടൊപ്പം ഇവിടെ ആരാധനയിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ കൂടിയ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും ഓർക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. പാസ്റ്റർ റോഷന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. നിത്യന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളോടൊപ്പം ആമേൻ ഈ സഭായോഗത്തിൽ വന്ന് ഞങ്ങളോടൊപ്പം ആരാധിച്ച ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവിക മഹത്വം അവരുടെ മേൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ഏതെങ്കിലും ഭാരത്തിൽ നിരാശയില്ലെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവരുടെ കുടുംബങ്ങളിൽ ചലിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ. പരിശുദ്ധാത്മാവേ, അവരുടെ കരം ചലിക്കും. അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ കർത്താവേ വളരെ കണ്ട്രോളുള്ള ഇപ്പം പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ. കൈകളെ തുറന്ന് വായുകളെ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്രിയനോട് നന്ദി പറയുന്നു. പ്രിയനെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ന്നിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ജീവവിജയ യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വം
സ്നേഹവും ഏറ്റവും അടുത്ത തുണയും എന്റെ സ്നേഹവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിന് 3-ാം നാള് നമുക്ക് കൂടി വരുവാനും കർത്താവിനെ ആരാധിക്കുവാനും ദൈവം തന്ന വലിയ മഹത്വത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹല്ലേലൂയ. സാക്രോ ആദ്യമായിട്ടാണ് വർഷിക്കുന്നത്. ജസ്റ്റ് 1 hour ബിഫോർ ഞാൻ സാക്രോട് ചോദിച്ചു, സാക്ക പാടുന്നല്ലോ ചേട്ടാ, എനിക്ക് ഞാൻ പറഞ്ഞു നീ അല്ല ചെയ്യാൻ പോകുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സോ അവൻ എന്നോട് വരുന്ന വഴിക്ക് ഒരു കാര്യം പറഞ്ഞു. എന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് മെഡൽ കിട്ടിയിട്ടുണ്ട് ചേർത്താൻ ചേട്ടാ. ഒരുപാട് അവർക്ക് കായികപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് മെഡൽ കിട്ടിയിട്ടുണ്ട്. എന്നാ എനിക്ക് ഒരൊറ്റ മെഡൽ എന്റെ ജീവിതത്തിൽ ഞാൻ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. അതെന്റെ കർത്താവിന് വേണ്ടി പാടിയത് കൊണ്ട്. അവനെ ദൈവം അത്യന്തികപരമായിട്ട് വരുന്ന നാടുകളിൽ യൂസ് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ ആ കിട്ടിയ ഒരു മെഡൽ കർത്താവിന് വേണ്ടി, ആ കിട്ടിയ ഒരു മെഡലിനെ ഓർത്ത് സ്തോത്രം ചെയ്തു, അവൻ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് കേൾക്കുന്ന, എത്ര പേര് നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾക്ക് ചെയ്ത ഓരോ നന്മകളെ ഓർത്ത് സ്തുതിക്കാൻ എത്ര പേര് റെഡിയാണ്? നിങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്നു. കർത്താവ് ഇതുവരെ നിങ്ങൾക്ക് ചെയ്തു ഓർത്ത് ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും, എന്നാൽ പോലും താങ്ക് യു ലോർഡ്. കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നപ്പാ. നീ എനിക്കതിന് തന്നതിന് നന്ദി. നമ്മുടെ അതിഥികൾ തുറന്ന് കുറച്ച് കർത്താവിന് നന്ദി പറയാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ കൈകളെയും സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ അതിഥികൾ തുറന്ന് ദൈവത്തിന്റെ വലിയ പ്രസൻസ് ഈ ഹാളിൽ മുഴുവനുമുണ്ട്. നിങ്ങളിവിടെ ആരാധിക്കുമ്പോൾ, ആദരങ്ങൾ തുറന്നവനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പലതും അവൻ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പോകുന്നു. എല്ലാവരും കണ്ണുകളുടെ പ്രശ്നം. ആരും മറ്റുള്ളവരെ നോക്കണ്ട, ആദരങ്ങൾ തുറന്നു ഇരുവരെയും സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. I'm thanking you, Lord. Thank you for everything that you have done in my life. കർത്താവേ, നീ എനിക്കായിട്ട്, എൻ്റെ ജീവിതത്തിനായിട്ട്, എൻ്റെ കുടുംബത്തിനായിട്ട് നീ ചെയ്ത സകല പ്രവൃത്തികളും ഞാൻ ഓർത്ത് നന്ദി പറയുന്നത്. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയവന്, ആരും എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടും എന്നെ കാത്തവന്, എന്റെ കല്ലിൽ തട്ടാവണം എന്നെ പരിപാലിച്ചവന്. I'm thanking you for everything that you have done in my life. അതാണ് തോന്നിച്ചു. ആ പ്രസൻസ് നിങ്ങളെ അനുഭവിച്ചു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ നിങ്ങളെ അനുഭവിച്ചു. പ്രസൻസ് വരുമ്പോൾ പ്രസൻസ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതെല്ലാം ഇൻഡിവിജ്വൽ ആണ്. മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതല്ല നിനക്ക് കർത്താവ് പ്രസൻസ് നിനക്ക് തരുന്നത്.
സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അതിരുകൾ തുറന്ന് സന്തോഷത്തോടെ അവനെ ആർത്തു പാടുന്നു. സ്വർഗമോട് സന്തോഷിക്കുന്നു. അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. But I can feel in my heart. I can feel in my body. ദൈവത്തിന്റെ പ്രസൻസ് നിങ്ങളുടെ കരങ്ങളിൽ. നിങ്ങൾ കൈ ഉയർത്തുന്നു. ഹല്ലേലൂയ. നിന്നെ താങ്ങുന്ന ഒരു കരം. നിന്നെ താങ്ങുന്ന ഒരു കരം നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്.
സന്തോഷമാണ്. ഹല്ലേലൂയ. ലവരക്ഷകവര ഓ വിഘവരക്ഷകവര ഓ ദേവസന്ന ഓടി സ്തുതി പാടിടുന്നേ നിന്നോടുള്ളത് സർവ്വനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു യേശുപരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു യേശുപരാ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഏതൊക്കെ ശരിയല്ലയോ? ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ 14:26 വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ബിലീവ് ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടി നിൽക്കാൻ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥൻ എൻ്റെ മേലുണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരാൻ, എൻ്റെ കാര്യങ്ങൾക്ക് ബാക്കപ്പായി ഒരു പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥൻ നിന്റെ മേൽ വരുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് സിറ്റുവേഷനാണ് ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥൻ നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവിനെ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ പോറ്റാൻ, നിങ്ങളുടെ പുലർത്തുവാൻ. ഹല്ലേലൂയ. ഇതുവരെ കാണാത്ത നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ട് He sent your Holy Spirit. നമ്മൾ 2-3 പാട്ടുകൾ കൂടി കർത്താവിനെ ആരാധിക്കുമോ? ആ ഒരു മൗനമായി നിൽക്കരുത്. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എനിക്കിത് പോരാപ്പാ, ഇത് പോരാപ്പാ. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയാണ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ ഇറങ്ങിയത്? ആ തീ എന്റെ മേൽ വേണം യേശു. ഒട്ടോടുമല്ല അരയോടും പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു പുതുജീവൻ, ഒരു വലിയൊരു ജീവൻ എത്ര പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്കിത് പോരാപ്പാ, എനിക്കിത് കിട്ടിയത് പോരാ യേശുവേ, എനിക്ക് ഇനിയും വേണം യേശുവേ. ഹല്ലേലൂയ. I need your presence യേശുവേ, I need your presence യേശുവേ. ഞാൻ നിന്റെ പ്രസൻസ് ഇല്ലാതെ പോകത്തില്ല യേശുവേ എന്ന് എത്ര പേര് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവന്റെ പ്രസൻസ് കൊണ്ട്, അവന്റെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് നിങ്ങൾ ഇന്ന് മൂടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ജനം കൈകളെടുത്ത് ജീവിച്ചേ. ഹല്ലേലൂയ. എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. I believe. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്ന മേലെ വരുന്ന ഒരു വ്യക്തിയാണ്, ഇത് വിശ്വസിക്കുന്ന മേലെ വരുന്ന ഒരു സാധനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് ഒന്നും വിശ്വസിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മേലെ വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ ലൈഫ് ട്രാൻസ്ഫോം ആകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതുവരെ കണ്ട നന്മകൾ നീ അനുഭവിക്കും. ഹല്ലേലൂയ. LKG ഇരിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പല വീരപ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ കൈവയ്ക്കുന്നത് സൗഖ്യമാകും. ഹല്ലേലൂയ. പല വ്യക്തികളെ കണ്ടാൽ നിന്നുള്ള ആണാവും. ഹല്ലേലൂയ. നീ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്ന കൈകളെ സ്തുതിച്ചേ.
Tonight
ഒരിക്കലുമില്ല, മാറുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, മാറുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്ക് മാറുന്നില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്ക് മാറുന്നില്ല. എന്നെ കേൾക്കുന്ന ജനം ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിറവേറാതെ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിന് ഒരിക്കലും നോ എന്നൊരു വാക്കില്ല. എപ്പോഴും ആമേൻ ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നീ ചിലപ്പോ എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്ത് ദുഃഖിക്കണം. കർത്താവേ, എന്താ ഇതിനൊരു മറുപടി കിട്ടാത്ത? ഞാനിത് പറയുന്നു, വരും ദിവസങ്ങളിൽ നിന്റെ കഴിവോ ബലമോ അല്ല, നീ എത്രത്തോളമാണ് ദൈവത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്തതെന്നോ അല്ല, ദൈവം എന്നെ അത്യന്തികമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് He is going to answer everything that you need. He is going to answer everything that you have prayed for. നിങ്ങൾക്ക് മറുപടിയായിട്ട് ദൈവം ഒരു ലെറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ദൂതൻ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. You can simply visibly see a letter. ഒരു ദൂതൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. അത് നിങ്ങൾക്കുള്ള പ്രാർത്ഥനയുടെ മറുപടിയായിരിക്കും. കർത്താവിനെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കാൻ ദൈവം നമുക്ക് തരം നൽകിയായിരുന്നു. പ്രിയ സഹോദരങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിനോട് സംസാരിച്ചു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കൊടുത്തത് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ കർത്താവെ, ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആമേൻ. പറഞ്ഞ ദൈവിക ദൂതങ്ങളുടെ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. ഏത് വ്യക്തിക്കാണ് കർത്താവെ ആമേൻ വിടുതൽ വേണ്ടത്, ആ വ്യക്തിക്ക് വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ.
ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആരാധനയിൽ ലീഡ് ചെയ്യാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ ഉണ്ടായിരുന്നല്ലോ. ദൈവം അവരെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. കഴിഞ്ഞ ഒരാഴ്ചകളുടെ മുഴുവനും ദൈവം അവരുടെ കാണിച്ച കരുണയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രിയനെ, ഞങ്ങൾ അല്പസമയം വീണ്ടും അങ്ങയുടെ സന്നിധി കാണിരിക്കട്ടെ. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കാവൽ ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നോ? മുഖങ്ങളൊന്ന് നിങ്ങളുടെ വാടിയിരിക്കുന്നു. ഉപവാസമായതുകൊണ്ടാണോ, കഴിക്കാത്തതുകൊണ്ടാണോ? ദൈവസന്നിധിയിൽ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഞാനതിൻ്റെ കർത്താവിനെ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടൊക്കെ ആയിരിക്കാം കർത്താവ് നമ്മളെ ബലപ്പെടുത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിപ്പാനൊക്കെ നമ്മളെ പലർക്കും കഴിയുമെന്ന് കേട്ടതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഇങ്ങോട്ട് വന്ന് ഇനിയും പ്രാർത്ഥനകൾ ഇങ്ങനെ വെക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ദൈവം എന്നെ ഈ ദേശത്ത് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമുണ്ടാകിയ സ്തോത്രം. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി ഇങ്ങനെ ചർച്ചിൽ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഉഴപ്പനായിരുന്നു, സ്തോത്രം. പക്ഷെ എനിക്ക് ഇന്ന് ആ വേദന മനസ്സിലാകുന്നു, സ്തോത്രം. ചിലത് നമ്മൾ കയറുമ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ അവൻ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ഞാൻ എനിക്ക് വീട് കിട്ടാനോ വള്ളം കിട്ടാനോ, എനിക്ക് ദൈവമേ എൻ്റെ ഭാര്യയ്ക്ക് ആർക്കും പാസ്സാവാനോ, എനിക്കൊരു വീട് വേണമെന്നോ ഞാൻ ഇതൊന്നുമല്ല പ്രാർത്ഥിച്ചത്. എൻ്റെ 3 ദിവസവും എൻ്റെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഞാൻ കടന്ന് എൻ്റെ ദൈവസ്ഥയിൽ കരഞ്ഞപ്പോൾ മുഴുവൻ പ്രാർത്ഥിച്ചത് ദൈവസഭയെ ഓർക്കാം. ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ദൈവിക ബ്രേക്ക് ത്രൂകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം വേറെയില്ല. പ്രൈസ് ഗോഡ്. പല കാര്യങ്ങൾ കേൾക്കുന്നു, അതിൽ ഒത്തിരി സന്തോഷം തോന്നുക. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിക്കുന്നു. നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ എസ്പെഷ്യലി ഫ്രൈഡേ നമ്മൾ ശനിയാഴ്ച രാവിലെ തൊട്ടുള്ള സെഷനുകളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒത്തിരി ബലപ്പെടുത്തുകയായിരുന്നു. സ്തോത്രം. അവിടുന്ന് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുകയായിരുന്നു. സ്തോത്രം. ആരാധിപ്പാനൊക്കെ ദൈവം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തി. വെള്ളിയാഴ്ചകളിൽ തുടങ്ങിയ യോഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്തു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബങ്ങളെ, നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ലെന്നേ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാം നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഓർത്തവരെ എല്ലാം ഞങ്ങൾ ഓർത്തു. സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ വഹിക്കാൻ കഴിഞ്ഞു. ഇൻ ഫ്യൂച്ചറിലും കർത്താവ് നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുകയാണെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ മാസത്തിന്റെ അവസാനമോ ആരംഭമോ ഒക്കെ കർത്താവിനോടൊപ്പം ചേർന്നിരിക്കണമെന്നാണ് ആഗ്രഹം. സ്തോത്രം. ദൈവം അതൊക്കെ സാധിക്കുമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അവസരങ്ങളുണ്ട്. മുടങ്ങാതെ വരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോർജ് കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാ സെഷനും ഉണ്ടായിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഉപവസിക്കുകയും ചെയ്തു. ഓഫായിരുന്നു അല്ലേ? 3 ദിവസം ഓഫായിരുന്നു. സ്തോത്രം. എല്ലാ സെഷനും വന്ന് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരെക്കാളും ചില തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവരാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ അത്രയധികം പ്രൊഫഷണൽ ബിഗ് സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവർക്ക് പോലും ദൈവസന്നിധിയിൽ താടിരിപ്പാനൊക്കെ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായി ഉപവസിച്ചില്ലെങ്കിലും ഭാഗികമായൊക്കെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണാം. അതിന്റെ വിടുതലുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ കാണട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു എനിക്കും. അടുത്ത 1.5 മണിക്കൂർ നമ്മൾ കർത്താവിന്റെ തിരുവചനം തിരുമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ ഏറ്റവും വേഗത്തിൽ തന്നെ അത് സംസാരിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. എനിക്ക് ആക്ച്വലി കർത്താവ് എനിക്ക് തന്നൊരു ദൂതാണ്. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് പറയേണ്ട ദൂതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളുടെ പ്രോട്ടോകോൾ തെറ്റിക്കേണ്ട ഓർത്ത് ഞാൻ ഇതിന് ശേഷം പറയാം. സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വപ്നത്തിൽ കർത്താവ് വന്ന് എനിക്ക് ചില സമയത്ത് ചില ഭാഗങ്ങൾ കാണിച്ചു തരും. ഇത് പറഞ്ഞാൽ മതിയെന്ന് പറയും. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചു തിരിച്ച് ഇത് വേണം, ഇത് മതിയെന്ന് പറയും. കൺഫേം തന്നു. അങ്ങനെ അത് സംസാരിക്കാൻ നമ്മൾ തിരുമേശയ്ക്ക് മുമ്പ് കേൾക്കേണ്ട ഭാഗങ്ങളായിരുന്നു. എങ്കിലും അത് പിന്നീട് സംസാരിച്ചോളൂ. നമ്മൾ തിരുമേശയോട് അടുക്കാൻ പോകും. വളരെ ഭക്തിയോടെ, വളരെ ഭയത്തോടെ. നമുക്ക് കുഞ്ഞു കളിക്കാൻ പറ്റിയ സ്ഥലമാണ് ദൈവാരാധന. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്.
പ്രാർത്ഥിക്കുന്ന എനിക്ക് ഉപവസിക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ. കാൽവറി ക്രൂശിനെ ധ്യാനിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒരുമിച്ച് നമുക്ക് ആർക്ക് ഇതിനകത്ത് പങ്കാളിയാണ്. കർത്താവിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പരസ്യമായി ജലത്തിൽ സാക്ഷീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരാൾക്ക് ഈ കർത്തൃവേഷയിൽ പങ്കെടുക്കാം. സ്തോത്രം. അല്ലാതെ നിങ്ങളുടെ സഭകളിൽ വെറുതെ തന്നു എന്നോർത്ത് നിങ്ങൾ ഇതിനകത്ത് കൈനീട്ടരുത്. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലസ്നാനം പരസ്യമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ഈ മേശയോട് അടുക്കൽ വരാം. 2 മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച ഏതൊരു വ്യക്തിക്കും ഈ തിരുമേശയുടെ അടുക്കിലേക്ക് വരാം. സ്തോത്രം. നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുമേശയോട് എടുക്കാൻ. എന്തെങ്കിലും ആരോടെങ്കിലും പിണക്കമോ എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് അറ്റ്ലീസ്റ്റ് തീരുമാനം എടുക്കണം. ഇത് കഴിയുമ്പോഴെങ്കിലും ഞാൻ അവരോട് പോയി ഒന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്ക് തിരുമേശയോട് എടുക്കാൻ പ്രാഗൽഭ്യം കുറവ് തോന്നുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് മാറി നിൽക്കാം. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? ഞാനൊരു കർത്താവിന്റെ ദാസനായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ചർച്ചിനകത്ത് 6 മാസത്തോളം ഞാൻ കർത്തമേശ എടുക്കാതിരുന്നിട്ടുണ്ട്. 6 മാസത്തോളം. കാരണം എനിക്ക് പ്രാഗൽഭ്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ എല്ലാവരെയും കാണുമ്പോൾ സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലരോടൊക്കെ വിഷമമാണ്. അപ്പൊ എനിക്ക് ദൈവത്തെ ഭയങ്കര ഭയമാണ്. എനിക്കത് വെച്ചോണ്ടിരിക്കും. ഞാൻ 6 മാസം ഞാൻ കർത്തമേശയിൽ ഞാൻ പങ്കാളിയായില്ല. കാരണം എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ഇന്ന ആളോട് പിണക്കമുണ്ട്. പക്ഷെ ഞാൻ പുള്ളിയെ കാണുമ്പോൾ ഗ്ലോറി, കാൽവറി, വിക്ടറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ അയാളോട് തീരാത്ത വിഷമവും ദേഷ്യവും വൈരാഗ്യവും. അത് വെച്ചോണ്ട് നിങ്ങൾ ഇത് കൈനീട്ടല്ലേ. പൗലോസ് പറയുന്ന അയോഗ്യമായി ഇതിനകത്ത് കൈനീട്ടിയ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒത്തിരി ഭയത്തോടെ സ്വയം ശോധന ചെയ്ത് യേശുവെ ഞാൻ ഇതിനകത്ത് കൈനീട്ടാൻ യോഗ്യനാണോ എന്ന് സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ തിരുമേശയോട് എടുക്കാൻ. എന്തിനാ തിരുമേശ? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 2 കാര്യങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. 1 ജലസ്നാനം, 1 ബാപ്റ്റിസം. 2 പറഞ്ഞു സ്തോത്രം തിരുമേശയോടുള്ള വിഷയത്തിലാണ്. സ്തോത്രം. തിരുമേശ കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്നപ്പോൾ അവരോട് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. എന്താ ഈ തിരുമേശ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തുവാ? സ്തോത്രം. പെട്ടെന്ന്. As you've been asking me yesterday questions, what do you the first thing that comes to your thought is his death, right? There is nothing. നമുക്ക് ചില ഫോട്ടോസ് കാണുമ്പോൾ ഞാനും ജിനും ഇപ്പോഴും ചില ഫോട്ടോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഞങ്ങളിത് ഭോപ്പാലിൽ വെച്ചെടുത്തതാണ്. അയ്യോ ആ റൂമിന് വെളിയിൽ വന്ന് ചാച്ചൻ ജോലിക്ക് പോകാൻ വരും. നമുക്ക് പെട്ടെന്ന് ചില പിക്ചേഴ്സ് കാണുമ്പോൾ ഓർമ്മ വരും, ചില മെമ്മറീസ് ഓർമ്മ വരും. പക്ഷെ കർത്താവിൻ്റെ തിരുമേശ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കോ ഡാൻസ് അല്ല ഓർമ്മ വരേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. മറ്റൊന്നും ഓർക്കാൻ നമുക്ക് ഇതിനകത്ത് പ്രമാണമില്ല. ഇത് കാണുമ്പോൾ, ഈ പിക്ചർ കാണുമ്പോൾ ഓർമ്മ വരേണ്ടത് യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. സ്തോത്രം. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സഹോദരന് വേണ്ടി മരിച്ച പോലെ തന്നെ യേശു എൻ്റെ പേരും ഞാനും ഉണ്ടായത് അതിനകത്ത്. ഞാൻ ജനിച്ചിട്ടില്ലെങ്കിലും അന്ന് യേശു മരിച്ചപ്പോൾ ബ്ലസ്സൻ പാപ്പച്ചനും വേണ്ടി കൂടെ മരിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്. പ്രിയരെ സ്തോത്രം. ഈ തിരുമേശ കാണുമ്പോൾ ഓർമ്മ വരേണ്ട ആദ്യത്തെ കാര്യം യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു നമുക്ക് വേണ്ടി സ്വർഗങ്ങളിൽ വസിക്കുന്ന യേശു എന്നെയും നിങ്ങളെയും സ്നേഹിക്കാൻ വേണ്ടി ഈ താണ ഭൂമിയിലേക്ക് വന്നു. അത്രയധികം താഴെ നമുക്ക് കഴിയത്തില്ല അല്ലേ? നമുക്ക് താഴാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ മനുഷ്യരാണ്. എന്തിനാ നമ്മൾ കള്ളം പറയണം, കള്ളം പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് താഴെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റിൽ കൂടുതലാകുമ്പോൾ നമ്മൾ തന്നെ പറയും ഇത്രയും എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലേ? നമ്മൾ പറയും. പക്ഷെ സ്വർഗങ്ങളിൽ വസിച്ചവൻ പിതാവാം ദൈവത്തിന്റെ പുത്രനായി ദൂതന്മാരോടൊപ്പം കഴിഞ്ഞവൻ ഈ താണ ഭൂമിയിലേക്ക് വന്നു എന്നെയും നിങ്ങളെയും തേടി. യേശുവിന്റെ സ്നേഹത്തെ പറ്റിയാണ് മക്കൾ പറയുന്നോ? സ്തോത്രം. യേശു വന്നത് എന്നെയും നിങ്ങളെയും തേടി. സ്തോത്രം. ഞാനും നിങ്ങളും സമ്പന്നനാകാൻ വേണ്ടി യേശു ദരിദ്രനായി ഭൂമിയിലേക്ക് ജനിച്ചു. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മളെല്ലാം ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വീട്ടിൽ പോകുന്ന ഏത് കാരണം എൻ്റെ ഏറ്റവും കുഞ്ഞതായിരിക്കും. ഈ മുന്തിയതൊക്കെ ഉള്ളവർ എനിക്ക് നിങ്ങളുടെ ഒരു പേരും അറിയത്തില്ല. അതാ എൻ്റെ ഒരു കുഴപ്പം. കൊച്ചു പറയുന്നത് ഏതാണ് ടെസ്ലയാണ് വലുത്
എന്തോ ലംബോർഗിനിയോ ടെസ്ലയോ അങ്ങനെയുള്ള ഒന്നും ഈ വണ്ടികൾ കണ്ടാലും അറിയത്തില്ല. അതായത് അനേകം കുഴപ്പം. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം ഇവിടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കയറുന്ന വാഹനങ്ങളെല്ലാം മുന്തിയ വാഹനങ്ങളാണ്. നിങ്ങളെല്ലാം വാഹനങ്ങളിലാണ് പോകുന്നത്, ഞാൻ സഹിതം, നമ്മളെല്ലാം സഹിതം. പക്ഷെ യേശുവിന് ശുശ്രൂഷ കഴിഞ്ഞ് അവൻ പോകണമായിരുന്നെങ്കിൽ വാടകയ്ക്ക് ഒരു കഴുത എടുത്തുകൊണ്ടാണ് പോയത്, വല്ലവന്റെ പടകിലിരുന്നുകൊണ്ടാണ് പോയത്. കാൽവരി ക്രൂശിലെ മേശയോട് അടുക്കുന്ന ഓർത്തോണം, യേശു നമ്മളെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി തീർന്നു. പ്രിയരെ, നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളിലും ഈ കാൽവരി ക്രൂശിലേക്ക് അടുക്കുമ്പോൾ ഓർത്തോണം, നമ്മളെല്ലാം രാത്രി തണുപ്പ് വന്നാലും വെയിൽ വന്നാലും നമുക്കുറങ്ങാൻ നല്ലൊരു വീടുണ്ട്. പക്ഷെ എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി മരിച്ച അരുമനാഥന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. പ്രസംഗിച്ചും ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ ശേഷം താൻ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയരെ, യേശു നമ്മൾക്ക് വേണ്ടി സ്വർഗാദി സ്വർഗങ്ങൾ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നു നമ്മളെ സ്നേഹിക്കാനായി. ഏറ്റവും അധികം ഞാനൊരു അപ്പച്ചൻ പറഞ്ഞ് കേട്ടത് എന്നെ ഭയങ്കരധികം സ്വാധീനിച്ചു. ഏകജാതനായിരുന്നു നമുക്ക് വേണ്ടി ആദ്യജാതനായി തീർന്നു. ഏകജാതനായിരുന്നവൻ നമുക്ക് വേണ്ടി ആദ്യജാതനായി തീർന്നു. ഒരൊറ്റ മോനേ ഉള്ളൂ. പക്ഷേ നമ്മളെ എല്ലാം മക്കളാക്കി തീർക്കാൻ ക്രൂശിലെ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളെയും പിതാവാം ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാൻ പുത്രനാം ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ മരണം കൊണ്ട് ഏകജാതനായിരുന്നവൻ ആദ്യജാതനായി. അതുകൊണ്ട് നമ്മളെല്ലാം കർത്താവിന്റെ മക്കളായി തീർന്നു. പ്രിയരെ, യേശു നമ്മളെ അവന്റെ മക്കളാക്കി തീർക്കാൻ, പിതാവാം ദൈവം നമ്മളെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർക്കാൻ ഹല്ലേലൂയ തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നു. മനസ്സിലായോ സിസ്റ്റർ? എനിക്കിപ്പോ ഒരു മോൻ എന്നിരിക്കട്ടെ, സ്തോത്രം. അവൻ മാത്രമേ ഉള്ളെങ്കിൽ അവകാശം മൊത്തം എനിക്കാണ്, അല്ലെ? അവനാ, അല്ലേ? എൻ്റെ ജോഷമോൻ മാത്രമേ ഇപ്പോൾ ഉണ്ടെന്നിരിക്കട്ടെ, അവകാശം മൊത്തം എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? എല്ലാം, എൻ്റെ ബാങ്ക് ബാലൻസ്, എത്ര വസ്തു, എത്ര മാടല്, വീട് തൊട്ട് എല്ലാം അവനാ. പക്ഷെ രണ്ടെണ്ണം കൂടെ ഉണ്ടായതുകൊണ്ട് ഇപ്പം അവന് മാത്രം കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്തത് അതാണ്. ഏകജാതനായിരുന്നവൻ നമുക്ക് വേണ്ടി ആദ്യജാതനായി തീർന്നു. എന്തിനാണെന്നറിയാമോ? നാം എല്ലാം അവന്റെ മക്കളും അവകാശികളുമായി തീരാൻ. പ്രിയപ്പെട്ടവരെ, ഓർത്തോളം ഈ കാൽവരി ക്രൂശിലേക്ക് ഒരു നിമിഷം ഓർത്ത് നിങ്ങൾ ധ്യാനിച്ചോണം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്, സഹിച്ച പങ്കപ്പാടുകളെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറയണം, ഹൃദയം നിറയണം. സ്തോത്രം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചിട്ട് ആ കാൽവരി ക്രൂശിനെ മാത്രം ഒന്ന് ധ്യാനിച്ചേ. കാൽവരി ക്രൂശിലേക്ക് മാത്രം ഒന്ന് ധ്യാനിച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറുണ്ട്. ഒന്നിനും വിരൂപനായിരിക്കുന്ന യേശുവിനെ ഒന്ന് കണ്ടേ. തേജസ് വാരി ഉടുത്തവൻ ക്രൂശിൽ കിടക്കുന്നത് കണ്ടോ വിരൂപനായി. റോമൻ പടയാളികൾ വിലാപ്പുറം കുത്തിത്തുളച്ചു. മുടി രോമങ്ങളെല്ലാം, മുഖത്തെ രോമങ്ങളെല്ലാം അവര് പറിച്ചെടുത്തു. യേശുവിനെ വിരൂപനാക്കി തീർത്തു. ആർക്കും കാണാൻ സൗന്ദര്യമില്ലാത്തതുപോലെ. യേശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, അവൻ നമ്മൾക്ക് വേണ്ടി വിരൂപനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുമേശയോട് അടുക്കുമ്പോൾ ഓർക്കണം, കാൽവരി ക്രൂശിലെ യേശു നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് വേണ്ടി വിരൂപനായി തീർന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളും പിതാവാം ദൈവത്തിന്റെ മക്കളും അവകാശികളുമായി തീരാനാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒത്തിരി 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 ഭയത്തോടെ ഭക്തിയോടെ ഈ തിരുമേശയിലേക്ക് നമുക്കടക്കാം. സ്തോത്രം. കർത്താവിന്റെ തിരുമേശയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു 3 വേദഭാഗങ്ങൾ നമ്മളിപ്പോൾ വായിക്കും. പ്രാരംഭമായി മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 45 തൊട്ട് 50 പ്രിയ ജില്ല ബ്രദർ വായിക്കും. അതിനുശേഷം 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 18 പ്രിയ അഞ്ജലി സിസ്റ്റർ വായിക്കും. അവസാനമായി 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 തൊട്ട് 32-ാം വാക്യം പ്രിയ ബെന്യങ്ങൾ വായിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കയറാം. ഫസ്റ്റ് ജില്ല ബ്രദർ പ്ലീസ്. Which means, my God, why have you abandoned me? One of the bystanders misunderstood and thought he was calling for the prophet Elijah. One of them ran and filled a sponge with sour wine and holding it up to him
on a reed stick so that he could drink. But the rest said, "Wait, let's see whether Elijah comes to save him." Then Jesus shouted out again, and he released his spirit. Amen. രണ്ടാമത്തെ ഭാഗം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16 തൊട്ട് 18. First Corinthians chapter 10 verses 16 to 18. നാം അനുസരിക്കുന്ന അറിവുകളാകും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നോക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ഒന്നാകിയാൽ പലരായ നാം ഒന്നാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നു. നമ്മളെല്ലാം ഒരപ്പത്തിന്റെ അംശികളാകുന്നു. സ്തോത്രം. ജലപ്രകാരമുള്ള ഇസ്രായേലിനോ? ഓക്കെ സ്തോത്രം. നമ്മളെല്ലാം ഒരപ്പത്തിന്റെ അവകാശികളാണ്, ഒരപ്പന്റെ മക്കളാണ്. നമുക്കെല്ലാം ജഡപ്രകാരം മറ്റൊരപ്പന് സ്പിരിച്വലി we are only one dad and his name is God, our Father in heaven, his name is Jesus. നമുക്കൊരപ്പനേ ഉള്ളൂ. നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളും അവകാശികളും. സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായി പ്രിയ ബലിയങ്ങൾ ആമേൻ 1 കൊരിന്ത്യർ 11:23 തൊട്ട് 32 വരെ വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ സുനിമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് ഒരുപാട് അവൻ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിന്റെ ശരീരം രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധനയിൽ വേണ്ടി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ വിവേചിക്കാനാൽ കുടിക്കുകയും ചെയ്യുന്നു. ബലഹീനരും രോഗികളുമാകുന്നു. അനേകം നിൽക്കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തിൽ വിവേചിക്കാനാണ്. തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയരെ, ഒത്തിരി സീരിയസ് ആയ ഒരു ശുശ്രൂഷയായില്ല. സ്തോത്രം. നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. ചില മിനിറ്റുകൾക്കകത്ത് ആമേൻ നമ്മൾ ഇതിനകത്ത് പങ്കാളികളാകുമ്പോൾ നമ്മളിത് കുടിച്ചിട്ട് ആമേൻ നമുക്ക് ശിക്ഷാവിധിയാകാതെ, നമ്മൾ ഇതിനകത്ത് ഭാരവാഹിക്കായിട്ട് നമുക്ക് ശിക്ഷാവിധിയാകാതിരുന്ന ദൈവത്തോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ കാണിച്ചു കൊടുത്തരാ. അവൻ ആമേൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി അതിനെ തുറക്കി. സ്തോത്രം. കർത്താവേ, യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അതിനെ തുറക്കി. പ്രിയരെ, യേശു നമുക്കായിട്ട് തന്റെ ജീവനെ തന്നു. അവന്റെ ശരീരം നമുക്കായി മുറിയപ്പെട്ടു. നമുക്ക് ഈ പാനപാത്രത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഞങ്ങളുടെ കർത്താവേ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങയുടെ യാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾക്ക് കർത്താവേ ജീവനായി തീർന്നതോർത്ത് സ്തോത്രം. നിത്യ നരകത്തിന്റെ അവകാശികളായിരുന്ന ഞങ്ങളെയും സ്വർഗത്തിലെ മക്കളാക്കി തീർന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഈ പാനപാത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, ഞങ്ങളെ ആമേൻ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 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 അവനെ താഴ്ന്നു കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം ആമേൻ എന്റെ രക്തത്തിൽ പുതിയ ദൈവമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ സ്തോത്രം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. യേശുവിന്റെ ആമേൻ രക്തം അവസാന തുള്ളി രക്തം വരെയും എന്റെയും നിങ്ങളെയും പാപത്തിൽ വീണ്ടെടുപ്പാൻ കാൽവരിയിൽ യേശു ആമേൻ തന്റെ അവസാന തുള്ളി രക്തം കൊടുത്തു. നമുക്ക് ഈ പാനപാത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. ഈ പാനപാത്രം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് നൽകണമേ. അപ്പൊ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ.
ഞങ്ങൾ അടികൊള്ളെടുത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അടികൊള്ളു. ഞങ്ങൾ നിന്ദിതരാകേണ്ടടുത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്ദിതരായി തീർന്നു. ഞങ്ങൾ വിരൂപരാകേണ്ടടുത്ത് ഞങ്ങളുടെ പാപം ഞങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ അപ്പാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പകപ്പാടുകളെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ഭാരപാത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് മടക്കി നൽകിയത് ഓർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയിലേക്ക് നിന്ന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രിയരെ, നമുക്ക് ഓരോരുത്തർക്കായി ആമേൻ കടന്നു വന്ന് ആമേൻ ആമേൻ യേശു ശുശ്രൂഷയുടെ ഭാഗമാകാം. ആമേൻ. ലൈനായിട്ട് ഓരോരുത്തർ Let's partake it together. കർത്താവിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് let's take it together. Baby dog. ശേഷം അവൻ പാനപാത്രം എടുത്തു,
ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമത്തിന്റെ ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. Let's partake it together. ഈ വേഷത്തിൽ ശേഷിച്ചിട്ടുണ്ട്. ഇത് നമ്മളോട് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. ഇതിന് അവകാശികളായി ഒത്തിരി പേര് ഇവിടുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് ഒരു ഫാസ്റ്റിംഗ് നമുക്ക് എൻഡ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ഞാനും വിചാരിച്ചു എനിക്കും ഷുഗറും ഡയബറ്റീസും ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന്. പക്ഷെ ഉപവസിക്കാൻ ദൈവം എനിക്കും ബലപ്പെടുത്തി. സ്തോത്രം. ഞാൻ കർത്താവിനെ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. തുടർന്ന് നമ്മുടെ സൺഡേ സ്കൂൾ കിഡ്സിന്റെ പാട്ടാണ്. Request all the Sunday school kids to come forward and sing their song and testify as well. Please take this time to testify all the memory verses that you have. Please. You are here, moving in our midst. I worship you. I worship you. You are here, working in this place. I worship you. I worship you. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are here, turning lives around. I worship you. I worship you. You are here, healing every heart. I worship you. I worship you. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who
riches. Riches. Huh? God is full of compassion. God is full of compassion. John 3:16. For God so loved the world that He gave His only Son, that whoever believes shall not perish and have eternal life. Amen. Give me a new cleansed heart and within fighting spirit. Psalms 51 verse 10. Taste and see that the Lord is good. Amen. Praise the Lord. Praise the Lord. I can do. I can do all things through Christ Strengthens me. and strengthen me. Amen. If anyone in Christ, he is a new creation. Amen. You have loved me You have loved me with an everlasting love. with an everlasting love. Jeremiah Jeremiah 31 verse 31 verse 3. verse 3. Amen. Hallelujah. Hallelujah. Glory to God. No, don't put his mouth. Don't put his mouth. Hallelujah. Hallelujah. ഈ കുഞ്ഞുങ്ങളൊക്കെ ഓർത്ത് ആമേൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ പ്രിയദാസൻ ആമേൻ ജിൻഡോ ബ്രദർ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. Hallelujah. Father, we thank you, Lord. Hallelujah, for this wonderful day, Lord. Hallelujah. Father, we pray for each and every kids that has that's up in front, Lord. Hallelujah. Lord, we pray for your mercy upon them. Lord, we pray, hallelujah, for your guidance upon them, Lord, as they're going to school, Lord. Hallelujah. Daycare, Lord, let your presence be upon them. Lord, we pray, hallelujah, Lord, as a future generation, Lord, that your guidance be upon them and that help them to be take over the revival, Lord, hallelujah, as they go, Lord, hallelujah. Let your grace be upon them. In Jesus' mighty name, Lord, I believe and I pray. Amen. ആമേൻ. God can go. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വലയുമ്പോൾ ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും നാമൻ ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വലയുമ്പോൾ ആകാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ആഴിയും ആഴങ്ങൾ ആനന്ദം നീ എനിക്ക്. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ആമേൻ. ആമേൻ. കടന്നു വന്ന എല്ലാവരെയും ആമേൻ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവരും ആമേൻ. ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം പറയുക. മിക്കവാറും ജിനു എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്താണെന്നറിയോ, എനിക്ക് ഈ കത്രമേശ എന്ന് നടത്തുമ്പോഴും എൻ്റെ ഉള്ളിലെ ഫസ്റ്റ് തോട്ട് എന്തെന്നറിയുമോ, ഞാൻ ആദ്യമായിട്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു പാസ്റ്ററായിട്ട് കൊളക്കടയിൽ ഇരിക്കുമ്പോൾ കത്രമേശ നടത്താൻ വേണ്ടി എന്നോട് പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ ആം ഡൂയിങ് ഇറ്റ്. എനിക്ക് കയ്യും കാലും വിറയ്ക്കുക. കാരണം എനിക്ക് പ്രായമുള്ള പിതാക്കന്മാരിരിക്കുക. ഇവരൊക്കെ പൂ ബിസ്ക്കറ്റ് എറിയുന്നത് പോലെ ഇവരിതൊക്കെ നടത്തുകയും കളിക്കുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനേക്കാളും ഇച്ചിരി കൂടെ കുഞ്ഞു ബാലനാണ്. അന്നേരം ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ നിന്നു, പേടിച്ചു. സ്തോത്രം. അന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഭയം. കാരണം അപ്പം
അപ്പച്ചന്മാരായിരിക്കുന്നത്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയ നാട്ടിൽ അങ്ങനെ നിന്നവർക്കൊക്കെ ചിലപ്പോൾ ബെല്ലിച്ചാനും ആൻറ്റിക്കൊക്കെ മനസ്സിലാവും, വേറെ എനിക്കറിയത്തില്ല, ജോണച്ചാനും മനസ്സിലാവുമായിരിക്കും. നാട്ടിൽ ഒരു രീതി പ്രായമുള്ളവർ ഞാനെല്ലാം നടത്തി കേട്ടോ, ഭയങ്കര കൃപയും നടത്തിയിട്ട് അവിടുത്തെ പ്രോട്ടോക്കോൾ ഒന്ന് വേറെയാണ്. അപ്പം തിരിച്ചു വന്നു, അപ്പം തിന്നു, പക്ഷെ ഞാൻ വീഞ്ഞു കുടിക്കാൻ മറന്നുപോയി ടെൻഷൻ കൊണ്ട്. ഞാൻ വന്നു, ഇതിൻ്റെ കീഴിൽ വന്നു, അവിടെ നാട്ടിലെ പാസ്റ്റർ മുട്ടുകുത്തിയിരുന്ന് ചെയ്യും, ഞാൻ അപ്പം കൊടുത്തു, വീഞ്ഞു കുടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ ആരും കണ്ടില്ല. ഞാൻ വളരെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കും, ഞാൻ വെച്ച് ആരും കണ്ടില്ല. പക്ഷെ അതിനകത്തൊരു വില്ലനുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഓടി വന്നു, പാസ്റ്റർ വീഞ്ഞു കുടിച്ചില്ല. ഞാൻ ഇവിടെ പൊന്നട പോയി ഞാൻ കുടിച്ചു, നീ എങ്ങനെ കാണാൻ? പാസ്റ്റർ കുടിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കത്രമേശ നടത്തുന്നതിന് മുമ്പേ എനിക്ക് എപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റ്, ആ ബ്രദറിൻ്റെ പേര് അഭിലാഷ് എന്നാണ്, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ സ്നേഹിച്ച വളരെ മനോഹരമായ, ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. ഞാൻ പെട്ടെന്ന് പുള്ളി ഓർത്തു. സ്തോത്രം. ദൈവം ആമേന് നൽകുന്ന നല്ല അനുഭവങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഒരല്പസമയം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ച് വിടാനുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ്. കഴിഞ്ഞ രാത്രി എന്നോട് പരിശുദ്ധാത്മാവ് പ്രിയ നമ്മുടെ സഹോദരൻ ജോർജ് ബ്രദറിലൂടെ എന്നോട് സംസാരിച്ചു. എൻ്റെ ഹൃദയത്തിന് ആ വചനം വളരെ ആശ്വാസമായിരുന്നു. ദൈവം തന്നെ ദാസനെ ബലപ്പെടുത്തിയതോ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇന്ന് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച കത്രമേശൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ആനന്ദിച്ച് പോകട്ടെന്ന് ഓർത്തിരുന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കാൻ ഞാനിങ്ങനെ കാണുക. എനിക്ക് അങ്ങനെ ചില നിയോഗങ്ങൾ അങ്ങനെ ദൈവം തരും. ചില വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചില വീട്ടിൽ ശുശ്രൂഷിക്കേണ്ട സമയം വരുമ്പോൾ, എല്ലാ വീട്ടിലും കിട്ടത്തില്ല, പക്ഷെ ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിച്ചു തരും. അപ്പം ഞാനിങ്ങനെ കാണുക, ഞാൻ 51-ാം സങ്കീർത്തനത്തെ എടുത്ത് ഉദ്ധരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാനിങ്ങനെ ആത്മാവിൽ കാണുക. 51-ാം സങ്കീർത്തനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്കറിയാം. സ്തോത്രം. ഒരല്പം കുഴപ്പം പിടിച്ച ഒരു സങ്കീർത്തനമാണെന്ന് തോന്നിയാലും ഭക്തരായ ദാവീദ് അനുദപിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ദ സോങ് ഓഫ് റിപ്പൻറ്റൻസ്. പുള്ളി ഇവിടെ പാടുന്നത് വളരെ വേദനയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നെങ്കിലും താൻ റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഹി ഈസ് ലിറ്ററലി ഗിവിങ് ഹിസ് ലൈഫ് ടു ഗോഡ് ആൻഡ് ടെല്ലിങ് ഹിം, ലോർഡ് ഐ എം സോറി, ലോർഡ് ഐ എം സോറി. നമുക്ക് ഒരിക്കലും സോറി പറയുന്നത് ഇഷ്ടമല്ല, കേൾക്കുന്നത് ഇഷ്ടമല്ല. സ്തോത്രം. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പാടുന്നത് വേദനയുടെ സങ്കീർത്തനമാണ്, ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. സ്തോത്രം. അതിൻ്റെ 10-ാം വാക്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് നിതിൻ കാണുമെന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷിലാണ് എൻ്റെ വാക്യങ്ങളൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചോണ്ട് വന്നത്. ഞാൻ അതിന് ഇന്ന് മലയാളം ബൈബിളും കൊണ്ടുവന്നു. സ്തോത്രം. അപ്പം സൂക്ഷം പോലെ നിതിനില്ല, അപ്പം ഞാൻ മലയാളത്തിൽ അടിച്ചു വിടുകയാണ് കേട്ടോ. സ്തോത്രം. 51-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കണമേ. യെസ്. നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ക്രിയേറ്റ് ഇൻ മീ ന്യൂ ഹാർട്ട് ഓ ഗോഡ് and renew right spirit within create in me clean heart O God and renew right spirit within me. ഭയങ്കര പവർഫുൾ ആയ ഒരു വാക്യമാണ്. യേശുവിനോട് കൂടെ ഭക്തനായ മനുഷ്യൻ ഓടിയിട്ട് പറയുകയാണ്, I have 2 requests. The verse itself says I have 2 requests. എനിക്കൊന്ന് ക്ലീൻ ഹാർട്ട് വേണം. ദൈവം ദാവീദിനെ വിളിച്ചത് സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറയണം, കർത്താവേ എൻ്റെ ആ ഹൃദയം ഇപ്പോൾ ഉള്ള ഹൃദയം കുഴപ്പടി പിടിച്ച ഹൃദയമാണ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹൃദയത്തിന് ഇപ്പം കുഴപ്പമുണ്ട്. സോ പ്ലീസ് ഗിവ് മി എ ന്യൂ ഹാർട്ട്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് വാട്ട്, അതിനേക്കാളും സ്ട്രൈക്കിംഗ് ആണ്, എനിക്ക് ഗിവ് മീ റിന്യൂ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. ഓ മൈ ഗോഡ്, ദാറ്റ്സ് സച്ച് എ ഡേഞ്ചറസ് ആൻഡ് ബോൾഡ് പ്രയർ. ഭക്തനായ മനുഷ്യൻ യേശുവിനോട് കൂടെ കർത്താവിൻ്റെ ഫേവർ പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, ഗോഡ് ഐ നീഡ് ദ റൈറ്റ് സ്പിരിറ്റ്. എനിക്ക് മലയാളം ഞാൻ മറന്നുപോയി. സ്ഥിരമായ ഒരാത്മാവിനെ, വന്നും പോകുന്ന ഒരാത്മാവിനെ അല്ല, സ്ഥിരമായ ഒരാത്മാവിനെ. ഐ നീഡ് എ കൺസിസ്റ്റൻസി വിത്ത് യു. ദ വാക്ക് വിത്ത് ദ ലോർഡ്. ആ വിശുദ്ധിയിലുള്ള യാത്രയുണ്ടല്ലോ, ഇറ്റ്സ് എ വാക്ക് ഓഫ് കൺസിസ്റ്റൻസി.
വല്ലപ്പോഴും വന്ന് വല്ലപ്പോഴും ഇറങ്ങിപ്പോകുന്നതും ആമേൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആമേൻ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ക്രിയേറ്റ് ഇൻ മീ ക്ലീൻ ഹാർട്ട്. എന്താ ദാവീദേ അങ്ങയുടെ ഹൃദയത്തിന് പറ്റിയത്? വാട്ട് ഹാപ്പൻ ടു യുവർ ഹാർട്ട്? आपके दिल में ऐसा क्या घुस गया कि आपको ऐसी दुआ करनी पड़े, खुदा मुझे एक नया हृदय दे दे और मेरी चाल चलनों को ठीक कर दे. ऐसा क्या हो गया मेरे प्रिय भाई? ऐसा क्या हो गया? What happened to you, my dear child of God, that you have a prayer, such a prayer? നമ്മൾ ഇന്ന് ആമേൻ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഈ ദൂത് നമ്മൾ കത്തമേശയ്ക്ക് മുമ്പ് ഒന്ന് കേൾക്കേണ്ടിയായിരുന്നു. പക്ഷേ ഓക്കെ, വാട്ട് എവർ ഗോഡ് ഗിവ്സ് us. ആമേൻ ആമേൻ. അപ്പം നമ്മൾ ഇന്ന് ആമേൻ ഇവിടുന്ന് ആമേൻ പോകുന്നതിന് മുമ്പ് യേശുവിനോട് ചോദിക്കണം, ആമേൻ ജാനിയ, ഈസ് മൈ ഹാർട്ട് ക്ലീൻ? ചോദിക്കണം, അച്ഛാ ആം ഐ ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്? ഞാൻ സ്ഥിരമായ ഒരു ആത്മാവിലാണോ സഞ്ചരിക്കുന്നത്? ആമേൻ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നെയാണോ വ്യാപരിക്കുന്നത്? ഞാൻ കർത്താവിനോട് കൂടെ തന്നെയാണോ നടക്കുന്നത്? കാരണം നടന്ന ഒരു ഭക്തനായി പ്രാർത്ഥിച്ചത്. He's not an ordinary man. He is a man who has been anointed at the very young age. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്ത. You know, he waited for 38 long years to get into that seat. ഭയങ്കര long years ആയിപ്പോയി. 38 long years. 38 വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ദത്തം കേട്ട മനുഷ്യൻ ആമേൻ 38 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ രാജാവായത്. സോ അഭിഷേകമുള്ള വ്യക്തി, സങ്കടങ്ങൾ ഒത്തിരി കണ്ട വ്യക്തി, ആമേൻ ആ 38 വർഷങ്ങളുടെ യാത്ര നമുക്ക് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജേർണി. ഭയങ്കര കഠിനമായ യാത്രയാണ്. അതൊത്തിരി വേദന ഉളവാക്കുന്ന യാത്രയാണ്. അത് നിന്ദകളുടെ യാത്രയാണ്. അത് പഴികളുടെ യാത്രയാണ്. ഭാരങ്ങളുടെ യാത്രയാണ്. പക്ഷെ ആ യാത്രയൊക്കെ കഴിഞ്ഞ് ആമേൻ ഇസ്രായേൽ ആമേൻ രാജാവായി ഇരുന്ന മനുഷ്യൻ ദൈവം അത്രമാത്രം ഉയർത്തുകയും ആമേൻ താഴ്ചയിൽ ഓർക്കുകയും ചെയ്ത ഒരു ദൈവഭക്തൻ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തല്ല ഈ സങ്കീർത്തനം പാടുന്നത്. തൻ്റെ ജീവിതത്തിൽ പറ്റിയ പാപത്തെ ഓർത്ത് അനുദപിക്കുക. He is repenting, giving his life, amen, laying down his life in the presence of God and saying, God, I need a new heart and I need the right spirit to guide me. പ്രിയപ്പെട്ടവരെ, സാക്കേ സ്തോത്രം ഓർത്തോണം. ആമേൻ ആമേൻ. നമുക്ക് ക്ലീൻ ഹാർട്ട് വേണം. നമുക്ക് എപ്പോഴും ഒരു റൈറ്റ് സ്പിരിറ്റ് വേണം. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ നമുക്ക് അന്നേരം തോന്നുന്ന ആവേശമല്ല ആമേൻ വേണ്ടത്. സ്ഥിരമായി കർത്താവിനോട് കൂടെ ഓടുന്ന ഒരു ആവേശം. സ്തോത്രം. 38 വർഷക്കാലം ദാവീദ് ഓടിയത് അവനെ ശൗലിട്ട് ഓടിക്കാവുന്ന മാക്സിമം ഓടിച്ചു. എവിടൊക്കെ ഈ മനുഷ്യൻ പാത്തിരുന്നു അവിടെ എല്ലാം കുന്തം കുത്തുവാനും അവനെ വേദനിപ്പിക്കാനും ഓടിക്കാൻ പറ്റുന്നതൊക്കെ ഈ മനുഷ്യൻ ഓടി. പക്ഷെ ഓടി ആമേൻ. പക്ഷേ ദൈവം രാജസ്ഥാനത്തിരുത്തി എല്ലാം വന്നപ്പോൾ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തെറ്റിപ്പോയി. ഈ മനുഷ്യൻ തെറ്റിപ്പോയി. That is the prayer. അവിടെ അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആമേൻ റൈറ്റ് സ്പിരിറ്റിലാണോ ഓടുന്നത്? ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ റൈറ്റ് സ്പിരിറ്റിലാണോ പ്രസംഗിക്കുന്നത്? ഞാൻ എനിക്കൊരു ക്ലീൻ ഹാർട്ട് ഉണ്ടോ? ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അയലത്തുള്ള എല്ലാ പാസ്റ്റർമാരുടെ വഴക്കാണെങ്കിൽ എൻ്റെ അകത്തെ ആത്മാവ് ഏതാ? നിങ്ങൾ എന്നെ ഒന്ന് ജഡ്ജ് ചെയ്യും. ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞാലല്ല നിങ്ങൾക്ക് വിഷമമാണ്. യു പുട്ട് ഓൾ ദ ഡാർട്സ് ഓൺ മീ, കിൽ മീ. എന്നെ ഒന്നും मैं ये सभी वचन बोलने के बाद जोश में यहाँ के सारे पादरियों के साथ गुस्सा होके मैं बड़ा बन डट के मैं घूम रहा हूँ, मगर किसी के साथ मेरी बनती नहीं है. मेरा आत्मा सही है क्या? ഞാൻ ഇവരെല്ലാം പ്രസംഗിച്ച് ഞാൻ സുവിശേഷവേല ചെയ്യണം, ദൈവമക്കളെ നാം സഭയായി സുവിശേഷം അറിയിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഇവരാരെയും ഇഷ്ടമല്ല. അപ്പൊ എന്റെ ആത്മാവ് ശരിയാണ്. നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ്. ഞാൻ എന്നെയാ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ ആരെയല്ല ജഡ്ജ് ചെയ്യുന്നത്, ഞാൻ എന്നെയാ. വചനത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ നിർത്തിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണില് എൻ്റെ ആത്മാവ് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യം വരുത്തണമേ. ഈ സങ്കീർത്തനം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ ആദ്യം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് കർത്താവിനോട് ചോദിച്ചു, ലോർഡ്, tell me if I am wrong somewhere. Please, എനിക്ക് റിവീൽ ചെയ്യണം, എൻ്റെ മിസ്റ്റേക്സിനെ ഒന്ന് റിവീൽ ചെയ്യണമേ. മക്കളെ, when is the last time we prayed that? നമ്മൾ
അപ്പോഴാ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ റിവീൽ മീ, റിവീൽ യുവർ ഹാർട്ട്. യേശു ആമേൻ നമുക്ക് ആമേൻ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, ഗോഡ് ടെൽ മീ വേർ ഐ നീഡ് ടു റിപ്പയർ മൈ സെൽഫ്, ആമേൻ ടെൽ മീ വേർ ഐ നീഡ് ടു ചേഞ്ച് മൈ ലൈഫ്, ടെൽ മീ ഹൗ ക്യാൻ ഐ വാക്ക് ബെറ്റർ വിത്ത് യു. എപ്പോഴാണ് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. സ്തോത്രം. മറ്റാരെയും നമ്മൾ നോക്കണ്ട, അടുത്തിരിക്കുന്നവരെ ഒന്നും നോക്കണ്ട, നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. കർത്താവെ, ഞാൻ എന്നാ പ്രാർത്ഥന പ്രാർത്ഥിച്ചേ? ഈ ഉപവാസ പ്രാർത്ഥന ഒരു കഴുകലിന്റെ പ്രാർത്ഥനയാകട്ടെ എന്ന് ഞാൻ യേശുവിനോട് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുക. നമ്മളെ സ്വയം തിരിച്ചറിയാൻ ഈ ഉപവാസ പ്രാർത്ഥന നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദാവീദ് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആമേൻ സന്തോഷത്തോടല്ല, അനുതാപത്തോടാ. ഒരു അനുതപിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ആമേൻ ക്ഷമ ചോദിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? എനിക്ക് ഈ ദാവീദിനെ ഒത്തിരി ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ഒത്തിരി കാരണങ്ങളുണ്ട്. ബട്ട് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് തിങ് ഐ ലവ് ഹിം മോർ ഈസ് അവന്റെ പാപത്തെ എപ്പോഴൊക്കെ ഉണർത്തിയോ, when somebody went and told him or said to him, അവനോട് പറഞ്ഞത്, when somebody convicted him of his sin, this man of God lied down and accepted his mistake. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും മകനെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ സഹോദര സഹോദരി അപ്പച്ച അമ്മച്ചി അങ്കളെ ആന്റിയെ ആമേൻ ഇത് ശരിയല്ലല്ലോ, നമുക്കിത് ഇങ്ങനാണെന്ന് പരിശുദ്ധാത്മാവ് ആരെങ്കിലും നമ്മുടെ ആമേൻ അടുത്തയച്ച് നമ്മുടെ പാപത്തെ ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ പ്രതികരണം എന്താ? എൻ്റെ പ്രതികരണം എന്താ? How do you respond when somebody is leading you to correction? നമുക്ക് ഇഷ്ടമല്ല ഇതൊന്നും. നമുക്ക് എല്ലാവരും നമ്മളെപ്പോഴും മോട്ടിവേറ്റ്, യെസ് യെസ് കം ഓൺ. എടാ, നിന്റെ അകത്ത് ഹൃദയം ശരിയല്ലെങ്കിൽ, റൈറ്റ് സ്പിരിറ്റിലല്ല നീ നടക്കുന്നെങ്കിൽ, നമ്മൾ നടക്കുന്നെങ്കിൽ എങ്ങനെയാ ദൈവത്തിന്റെ പ്രസാദം വരുന്നത്? ഞാൻ എല്ലാ രാത്രിയിലും ഇന്നലെയും നിങ്ങളും ആ പ്രാർത്ഥനാ വാചകം എപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോർഡ് ആർ യു പ്ലീസ്ഡ് വിത്ത് മീ? Ask that question every night before you go to sleep. Lord, are you pleased with me? എന്നിൽ അങ്ങ് പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തിയിൽ അങ്ങ് പ്രസാദിക്കും. There are days, there are days കുടുംബജീവിതത്തിനകത്ത് ചിലപ്പോൾ ഞാൻ കശപിശയാവും. ഞാൻ കശപിശകൾ നിങ്ങൾ ഓർമ്മ എടുത്തിട്ട് തല്ലൊന്നുമില്ല, ഞാൻ അങ്ങനെ ദുഷ്ടനായിട്ടൊന്നും എന്നെ കരുതണ്ട. കുടുംബജീവിതമല്ലേ, എന്തെങ്കിലും ഒന്ന് രണ്ടോ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയുന്ന ഒരു കാര്യം ചില സമയത്ത് ഞാൻ അംഗീകരിക്കത്തില്ല. I said, no, how can you be right? No, it can never happen. No, I am always right. No, you can. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം, കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ആലോചിക്കും. Then I think, no, she is right. ഞാൻ ആ ദിവസം അവസാനിക്കുന്ന മുമ്പേ I go and reconcile. ഒരു ദിവസം പോലും ഞാൻ ആരോടും എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ ഇടപെടണം. കാരണം ബൈബിൾ പറയുന്നത് സന്ധ്യയാവുന്നതിന് മുമ്പ് തീർത്തോണം. പാപം അകത്ത് കയറി സന്ധ്യയാവുന്നതിന് മുമ്പ് തീർത്തോണം. ഇത് ഹൃദയത്തിൽ വെച്ച് ക്യാൻസറായി പോകും. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവൊക്കെ ഞാൻ 2-3 ദിവസങ്ങളുടെ ഇത് പറയുന്നത്? എനിക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു എന്നെ 2 ദിവസമായിട്ട് എനിക്ക് ആത്മാവിലുള്ള ലീഡിങ് ഇതൊക്കെ പറയാൻ. Something is going on, I don't know what is happening. അപ്പോൾ ശ്രദ്ധിച്ചോണം നമ്മുടെ ഹൃദയം ശുദ്ധമാണോ. എന്നെ ഒത്തിരി ഉപദ്രവിച്ചൊരു സാറായിരുന്നു ഞങ്ങളുടെ രാജസ്ഥാനിൽ ജോധ്പൂരിൽ. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തന്നെ ഞാനൊരു സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. ആ അങ്കിളുടെ കൂടെ ക്ലർക്കായിരുന്നു. പുള്ളി ഭയങ്കര, എനിക്കധികം മാത്സ്, ഞാൻ മണ്ടനായിരുന്നു മാത്സിന്. ഒരു കുന്തോ പറയും. ഞാൻ പാസ്സായത് പോലും 10ാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ മാത്സിന് പാസ്സായിട്ടുള്ളൂ. അതുവരെ എല്ലാം 58, 59, 57 ഈ പേപ്പർ വരുമ്പോഴെല്ലാം ചുരുട്ടിക്കുട്ടി പാത്ത് വെക്കും. മമ്മി പൊക്കിയ അന്ന് അടി ഉറപ്പാണ്. അപ്പം കിട്ടാവുന്ന എല്ലാ പേപ്പറും അവിടെ ഇവിടെയൊക്കെ എല്ലാം പാതിക്കണം. മാത്സിന് തിരുമണ്ടനായിരുന്നു. ഒന്നും മാത്സ് അറിയത്തില്ല, ഭയങ്കര 0 ആയിരുന്നു മാത്സിന്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എന്നെ ഒരു അക്കൗണ്ടന്റിന്റെ കൂടെ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ആയിരിക്കും. പുള്ളി എന്ന് നോക്കിയാലും എൻ്റെ കണക്ക് ഒരിക്കലും ടാലിയാവത്തില്ല. എന്ന് നോക്കിയാലും $100 ₹100 कम है भाई, क्या करता है यार, ये फीस नहीं लगाया, वो फीस नहीं लगाया. ഞാൻ എന്നും ഒരൊറ്റ ദിവസം പുള്ളിയെ ഹാപ്പി ആയിട്ട് ഞാൻ ഒരു അക്കൗണ്ട് കാണിച്ചിട്ടില്ല.
അപ്പോൾ പുള്ളിക്ക് എന്നും എന്നോട് ദേഷ്യമാണ്. എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്നും എന്നെ എൻകറേജ് ചെയ്യാമല്ലോ, എന്നും എന്നെ. പക്ഷെ പുള്ളിക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ട് വല്ല ആണോ? ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ പറഞ്ഞു, റൈറ്റ്? എന്നോട് വല്ല ദേഷ്യം ഉണ്ടായിട്ടാണോ? ടാലി ആയിട്ട് അക്കൗണ്ട് കൊടുത്ത് ആരെങ്കിലും തെറിവ്, അച്ഛൻ ഓഡിറ്റ് ചെയ്ത് അച്ഛൻ അറിയാം, അയ്യോ ഒന്നും പറയണ്ട, ഞാൻ വലിയൊരു ഓഡിറ്ററിന്റെ മുന്നിൽ നിന്നാ ഞാനിത് പറയുന്നത്. സ്തോത്രം. ടാലി ആവാത്തതിന്റെ നമുക്കറിയാമല്ലോ. സ്തോത്രം. ആമേൻ. എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം. ഞാൻ ഈ മനുഷ്യനോട് ആമേൻ നമ്മുടെ ഓംജി സാർ എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഓംജി സാർ ഹിന്ദുവായ മനുഷ്യനായിരുന്നു. പുള്ളി എന്ന് വരുമ്പോഴേ എൻ്റെ കൈയും കാലും മറക്കും. കാരണം എനിക്കറിയാം ഈ പുള്ളി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കും. ഈ മനുഷ്യനെ ജയിക്കാൻ ഞാൻ ആമേൻ ഒരു ദിവസം ഭയങ്കര ചൂട്, രാജസ്ഥാനിലെ ചൂട് ഓർമ്മയുണ്ടല്ലോ, ഭയങ്കര ചൂടത്ത് ഈ മനുഷ്യൻ വാരി വലഞ്ഞ് ഓടിപ്പിടിച്ച് വരികയാണ്. ഈ മനുഷ്യൻ വരുന്ന ചൂടും കൂടെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ചൂടും കൂടെ ഉണ്ടായിട്ട് ഡബിൾ വട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത്. ഓംജി സാറിന്റെ ദൂരെ നിന്ന് കാണുമ്പോഴേ സാർമാര് പറഞ്ഞു, എടാ ഓംജി സാർ ആരെ ദേഖലേന്ന് പേടിച്ചാ സവാൽക്ക് അങ്ങനെ അവിടുന്ന് സൈറൻ വരും. അപ്പൊ എല്ലാം സമ്പാദിച്ചിരിക്കുക. ദൈവമേ ഇന്ന് ഈ പുള്ളി ഇനി എന്തുവാ കണ്ടുപിടിക്കുന്നതെന്ന് ഓർന്ന് നമ്മൾ പേടിച്ചു. ഈ പുള്ളി ഓടി ഇങ്ങോട്ട് വന്ന് റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇനി ശ്വാസം വിടുക. പുള്ളി ഒത്തിരി ക്ഷീണിതനായിട്ട് വേർക്കുന്നുണ്ട്. എന്തോ എനിക്ക് പുള്ളിയുടെ ദേഷ്യമുണ്ടെങ്കിലും ഞാൻ ഒറ്റ കാര്യം ചെയ്തു. അന്ന് എനിക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ പെട്ടെന്ന് പോയി ഒരു മട്ക അടുത്തുണ്ടായിരുന്നു. രാജസ്ഥാനിലെ കൂളറും കാര്യങ്ങളൊന്നും മട്കയാണ് വെളിയിലെല്ലാം വെക്കുന്നത്. നമ്മൾ മട്കയ്ക്കകത്തൊരു വെള്ളം എടുത്ത് ഓംജി സാർ പാനി പിയ്യാനാണ്. ഒരു ചെറിയ കാര്യം. പക്ഷെ അന്ന് എൻ്റെയും പുള്ളിയുടെ ബന്ധങ്ങൾ കറക്റ്റായി. എനിക്ക് ആ മനുഷ്യനോട് ദേഷ്യം ചോദിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ദാവീദിന് ഇവിടെ പാപം ചെയ്തിട്ടാണ് ദാവീദ് കരയുന്നത്. എനിക്ക് ആ ഭാഗം നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. എന്തുവല്ല അങ്ങോട്ട് പറഞ്ഞ് 4 മണി വരെയുണ്ട്. ഞാൻ ഇന്ന് 3:45 വരെയും പ്രസംഗിക്കത്തില്ല. എങ്കിലും ഞാൻ എന്നും കൊണ്ട് ഞാൻ ഒരു കാര്യം സത്യമായിട്ട് നിങ്ങളോട് പറയും, ഒരു ദിവസം പോലും ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചോണ്ട് വന്നത് ഒന്നും മൊത്തം പറഞ്ഞ് തീർത്തിട്ടില്ല. എന്നും പകുതിയാകുമ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ഇടും. കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ പലരും ക്ഷീണിച്ചിരിക്കുന്നു. പിന്നെ ക്ലാറ്റ് ടൈഡിങ്സിൽ പോകണം. വീട്ടിൽ നോക്കുമ്പോൾ 8:45 നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ ക്ഷീണിച്ച് ജോലി കഴിഞ്ഞൊക്കെ വരുന്ന നോക്കുമ്പോൾ എനിക്ക് യേശുവിനെ പോലെ എനിക്കങ്ങ് മനസ്സായി. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിക്കും. സത്യം പറഞ്ഞു, ഒരൊറ്റ ദിവസം പോലും ഞാൻ മുഴുവൻ പറഞ്ഞു തീർത്തിട്ടില്ല. സ്തോത്രം. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും പറഞ്ഞോട്ടെ. സ്തോത്രം. ഞാൻ എന്നാലും നിങ്ങളുടെ ടൈമിനെ ഞാൻ ബഹുമാനിക്കുന്നു. ടൈമിനെ ഒത്തിരി ബഹുമാനിക്കണം. വി നീഡ് ടു റെസ്പെക്ട് ടൈം. സോ ഐ വിൽ റെസ്പെക്ട് യുവർ ടൈം. 2 ശമൂവേലിന്റെ പുസ്തകം. ഞാൻ ഐ തിങ്ക് ഇറ്റ് ഈസ് 2 Samuel. 2 Samuel chapter 11. Yes. First chapter, 2 Samuel chapter 11 verses 2 തൊട്ട് വായിക്കുമ്പോൾ ഞാൻ വായിച്ചോളാം. ഒരു സന്ധ്യയാകാറായപ്പോൾ സമയത്ത് ദാവീദ് ബെത്തേലിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയിൽ, നിങ്ങൾക്കറിയാമല്ലോ ബേർശേബയുമായിട്ടുള്ള പാപത്തിന്റെ വിഷയമാണ്. ഒരു സമയത്ത് പുള്ളി ഉലാത്തിയൊക്കെ നടന്നപ്പോൾ ബേർശേബയെ കണ്ടു. ആമേൻ ആവശ്യമില്ലാത്തൊരു കാഴ്ച കണ്ടു. രാജാവ് ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് പോകേണ്ട മനുഷ്യൻ ആവശ്യമില്ലാത്തടത്ത് പോയി ഉലാത്തി എന്തോ ആവശ്യമില്ലാത്തത് കണ്ടു, പാപം ചെയ്തു. Now the next thing is പാപം, അഡൾട്ടറി. കർത്താവ് ഒത്തിരി വെറുക്കുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്ത ഈ മനുഷ്യൻ ബേർശേബ ഒരു ന്യൂസ് എത്തിച്ചു. Look, hey king, I'm pregnant now. The sin has a form now. നമ്മൾ തമ്മിൽ പാപം ചെയ്തു, പക്ഷെ ആ പാപത്തിനൊരു ഫോമായി. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ പാപം ചെയ്ത ഈ മനുഷ്യൻ, ഈ വചനപ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാപം ചെയ്ത ഈ മനുഷ്യൻ റൈറ്റ് സ്പിരിറ്റിലാണെങ്കിൽ എന്തോ ചെയ്യണം? നിങ്ങൾ പറ. റൈറ്റ് സ്പിരിറ്റിലായി മനുഷ്യനെങ്കിൽ പാപം ചെയ്തപ്പോൾ ഈ മനുഷ്യന് എന്താ വരേണ്ടത്? അനുതാപമല്ലേ വരേണ്ടത്? ക്ഷമ ചോദിക്കാനല്ലേ പോകേണ്ടത്? ബട്ട് ഹി ഡിഡ്ന്റ് ഗോ. ക്ഷമ ചോദിക്കാനല്ല പോയത്. ക്ഷമ ചോദിക്കാനല്ല പോയത്, അനുതപിക്കാനല്ല പോയത്. He went on to hide it. അവന് ഊരിയാവനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, നീ പോ, നിന്റെ വീട്ടിൽ പോ. അവിടെ എല്ലാം യുദ്ധം നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നീ അങ്ങ് വീട്ടിൽ പോകും. എങ്ങനെ വീട്ടിലെത്തിക്കാൻ നോക്കുക. പക്ഷെ ഈ മനുഷ്യൻ വീട്ടിൽ പോകുന്നില്ല. എന്നെ ഒത്തിരി ശ്രദ്ധിച്ച കാര്യം, പ്ലാൻ 1 ഫെയിൽ ആയപ്പം ഒരു ആത്മീയൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണു പോയാൽ,
ഒരു ആത്മീകൻ പാപം ചെയ്തിട്ടും ഞാൻ പാപിയാണെന്ന്, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് അക്നോളജ് ചെയ്യാതിരുന്നാൽ, he went on to the plan, second plan B now. He is going and planning to kill Uriah. ഒരു ഭക്തന്റെ വീഴ്ച കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് പ്ലാൻ പാപം ഹൈഡ് ചെയ്താൽ മതിയായിരുന്നു. അത് സക്സസ് ആയില്ലെന്ന് കണ്ടപ്പം പുള്ളി റൈറ്റ് ഹൃദയം കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, റൈറ്റ് സ്പിരിറ്റ് തന്നെ നയിക്കാത്തത് കൊണ്ട്, now he is going and planning to kill him. ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഊരിയാവിനെ കൊല്ലാനുള്ള പ്ലാനിങ്. ദൈവങ്ങളെ, പാപം നമ്മുടെ ജീവിതത്തിൽ കയറി പിടിച്ചാൽ, ഒരാത്മികൻ, പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പാപം വന്നുപോയാൽ ഓർത്തോണം, ഞാൻ റൈറ്റ് സ്പിരിറ്റിലല്ലെന്ന്, ഓർത്തോണം എൻ്റെ ഹൃദയം കറക്റ്റ് അല്ലെന്ന്. അങ്ങനെ ഈ മനുഷ്യൻ എന്നെ അത്രയും ചിന്തിപ്പിക്കാൻ കാരണം എന്താണെന്നറിയാമോ? he still thinks he is the king and he still thinks he is worthy in the sight of the Lord. That is the worst part of it. ദൈവത്തോട് പാപം ചെയ്തു, ഊരിയാവിനെയും കൊന്നു, ഉള്ള എല്ലാ അന്യായവും കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഓർക്കുന്നത് ഞാൻ ഏറ്റവും വിശുദ്ധനാണ്, പിന്നെ ഓർക്കുന്നത് ഞാൻ ഏറ്റവും കറക്റ്റായിട്ട് നടക്കുന്ന വ്യക്തിയാണെന്ന്, പിന്നെ ഓർക്കുന്നത് എനിക്ക് ഇനിയും ധൈര്യത്തോടെ രാജാവിനെ പോലെ നടക്കാമെന്ന. പക്ഷേ 12-ാം അധ്യായം വന്നപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ അയക്കുക. God is sending a prophet. 12-ാം അധ്യായത്തിൽ ദൈവം ഒരു പ്രോഫറ്റിനെ അയച്ച് ദാവീദിനെ പ്രിക്ക് ചെയ്തു and reminded him of his sin. ഞാൻ അവിടെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു കാര്യം, ദൈവം ഈ മനുഷ്യനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഈ മനുഷ്യനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പാപം ചെയ്തു ശരി തന്നെ, ദൈവത്തിൽ നിന്ന് വീണുപോയി ശരി തന്നെ, ദൈവത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെ, but still God loves him. യേശുവിന് ഇപ്പോഴും ഇവനെ ഇഷ്ടമാ, ഇവളെ ഇഷ്ടമാ. യേശുവിന് ഇപ്പോഴും ദാവീദിനെ പഴയതുപോലെ തന്നെ ഇഷ്ടമാ. അതുകൊണ്ടാണ് ഒരു പ്രവാചകനെ അവന്റെ വീട്ടിലേക്ക് അയച്ചത്. ഞാൻ ചിന്തിച്ചത് എങ്ങനെയായിരുന്നു, ഈ പ്രവാചകൻ, നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങി നടന്നെ. ഞാനാണ് ഏറ്റവും വലിയ പുള്ളി, എന്നെ കവിഞ്ഞെ ആരുള്ളൂ, രാജസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ, സ്തോത്രം. ബട്ട് താങ്ക് ഗോഡ്, ദാവീദ് രാജാവായിട്ടും സ്വന്തം ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിട്ടും he needed a prophet to remind him of his sin. ഒരു റിമൈൻഡർ കൊടുക്കുകയാണ് നാഥാൻ പ്രവാചകൻ. Hey king, you have done something so grievous which is not pleasing in the sight of God. യേശുവിന്റെ മുൻപിൽ, പിതാവാം ദൈവത്തിന് മുൻപിൽ, യഹോവയുടെ മുൻപിൽ നീ അകൃത്യം ചെയ്തുവെന്ന് നാഥാൻ പ്രവാചകൻ അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടി വന്നു ദാവീദിന് റിയലൈസ് ചെയ്യാൻ that his spirit is not right, that his heart is not clean. ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടി വന്നു. എന്റെ പ്രിയരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്നിലൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നെങ്കിൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. ഹൃദയം ദൈവത്തിനു വേണ്ടി പ്രസാദമാണോ? നിന്നിൽ ഭരിക്കുന്ന ആത്മാവ് റൈറ്റ് ആണോ എന്ന് ഇന്ന് പകൽ നാം ശോധന ചെയ്യണം. ഇന്ന് പകൽ നാം ശോധന ചെയ്യണം. എന്നിൽ ഭരിക്കുന്ന ആത്മാവേതാ? സ്തോത്രം. ഞാൻ ചില സമയത്ത് ദേഷ്യം വരുമ്പം എനിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, യു ആക്ട് ലൈക്ക് യു ആർ ദ ബെസ്റ്റ്, ബട്ട് ഐ കനോട്ട് ഡു ദാറ്റ്. എനിക്ക് യേശുവിനെ പേടി, അത്രയേ ഉള്ളൂ പ്രശ്നം. അതെൻ്റെ ഒരു ബലഹീനത. എനിക്ക് കർത്താവിനെ പേടിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അയാളുടെ എല്ലാം തികഞ്ഞ ഒന്നുമല്ല, ഒരു തികഞ്ഞതുമല്ല. യേശു സ്നേഹിച്ചുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നതാണ്. വേറൊന്നും പറയാനില്ല. ഞാൻ ചിലപ്പോൾ അവളോട് ദേഷ്യപ്പെടും, അവൾ എന്നെ ഇങ്ങനെ നോക്കും. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? താൻ ഇപ്പോഴല്ലേ പ്രസംഗിച്ചിട്ട് വന്നേന്ന്. മനസ്സിലായോ? നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന സ്ഥിരം പരിപാടിയാണ്. പാസ്റ്റർമാരുടെ ഞാനും പറയത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ ചില സമയത്ത് ഒന്ന് ചെറിയ നാടൻ ഭാഷ എന്തോടി ചോദിക്കുമ്പോൾ അവളെന്നെ ഇങ്ങനെ ഒന്ന് നോക്കത്തേ ഉള്ളൂ. എനിക്ക് ആ നോട്ടത്തിനകത്ത് എല്ലാം മനസ്സിലാവും. എന്തുവാ പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. താൻ ഇപ്പോഴല്ലേ പ്രസംഗിച്ചിട്ട് വന്നത്. ദൈവങ്ങളെ,
ആ ഒരു ഡിസേർണിങ് സ്പിരിറ്റ് അത് നല്ലതാണ്. ഞാൻ പെട്ടെന്ന് അങ്ങാട് എനിക്ക് ആ നോട്ടം കാണും, എനിക്കാണ് ഞാനൊരു ദൈവപൈതലാണ്, ഐ ഡിഡ് റോങ്. കർത്താവേ ക്ഷമിക്കണേ. എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഭയം വരും. ഞാൻ പറഞ്ഞത് ദാവീദിന് പാപം ഓർമ്മ വന്നപ്പോൾ ദാവീദ് നാഥാന്റെ കഴുത്ത് വെട്ടിയെന്നാണോ വേദോസം പറയുന്നത്? അല്ല. അവിടെയാ ദൈവമക്കളെ റെസ്പെക്ട് ഈ മനുഷ്യനോട് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിലെ പാപത്തെ ആരെങ്കിലും ഉണർത്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കുറവുള്ള മേഖലകളെ ആരെങ്കിലും ഉണർത്തിയാൽ, ആമേൻ, ആ വ്യക്തിയുടെ കഴുത്ത് കണ്ടിക്കാൻ പോകാതെ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാമോ? ദൈവത്തോട് പറയാമോ, ലോർഡ്, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു, വിൽ യു ഫോർഗിവ് മീ? Lord, I didn't have a clean heart, will you cleanse my heart? Lord, my spirit is not right, will you help me to go in the right spirit? പ്രിയരെ, സ്തോത്രം. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആഴം അതായിരുന്നു. ആ മനുഷ്യന് പാപത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൻ പ്രസംഗിച്ച പാസ്റ്ററിന്റെ തലയോ പ്രവാചകന്റെ തലയോ അങ്കിളിന്റെ തലയോ സഹോദരങ്ങളുടെ തലയോ ഒന്നുമല്ല അറക്കാൻ പോയത്, അവൻ ദൈവസന്നിധിയിലേക്ക് വീണു. അങ്ങനെ ഒരു വീഴ്ച നമ്മൾ വീഴുമോ മക്കളെ? ധൈര്യത്തോടെ എനിക്ക് വചനം ഇവിടെ പറയാൻ പറ്റുമോ നിങ്ങളോട്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം തോന്നിയിട്ട് വല്ല കാര്യങ്ങളുണ്ടോ? വൈരാഗ്യം തോന്നിയാലും ഞാൻ ഒന്ന് പറയാം, എനിക്ക് നിങ്ങളെ ഒന്നും പേടിയില്ല. സത്യം ഞാൻ പറയും, കാരണം എന്നെ അയച്ചത് ഒരാളാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് യേശുവിനെ മാത്രമേ പേടി. ഞാനിത് പറഞ്ഞു, ഞാൻ എന്നോട് കർത്താവ് ഇത് ഇടപെട്ടിട്ട് ഞാൻ പറയാതെ പോയാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കതുകൊണ്ട് ദൈവസന്നിധിയിൽ മാത്രമേ പ്രാഗൽഭ്യമുള്ളൂ. എനിക്ക് മനുഷ്യനോടോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളെ എല്ലാം വളരെ ഇഷ്ടമാണ്, സ്നേഹമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. വളരെ ശാന്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആമേൻ. നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റ് കറക്റ്റാണോ? നമ്മൾ കറക്റ്റാണോ ഓടുന്നത്? ദാവീദ് അവൻ പാപത്തെ പറ്റി ഉണർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹീസ് പ്രേയിങ്, കർത്താവേ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം അതിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്. ബ്രദർ സിസ്റ്റർ ആരെങ്കിലും അത് 11-ാം വാക്യം ഇടാമോ? യെസ്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എൻ്റെ പരിശുദ്ധാത്മാവനെ എന്നിൽ നിന്ന് എടുക്കുകയും വലുത്. പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളത്തിൽ നിന്ന് പോയാൽ ദൈവമക്കളെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. നമ്മുടെ അകത്തെ ജഡവും ആ പന്ന മനുഷ്യനൊക്കെ വെളിവരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങൾ വിട്ടുപോയാൽ നമ്മളെ പോലെ കൊള്ളാത്തവർ പിന്നെ ആരുമില്ല. ആ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയല്ലേ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഇതിനു മുമ്പ് ഒരു വെയർ ഹൗസിലായിരുന്നു. ബെസ്റ്റ് ജോലി. വെയർ ഹൗസ് പേരിന് മാത്രമേ ഉള്ളൂ, വളരെ സ്മൂത്തായിട്ട് നടന്നിട്ട്. പക്ഷേ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഫ്രണ്ട് സർക്കിളൊന്നും യേശുവിനെ അറിയാവുന്നവരല്ല. അവർ പല കാര്യങ്ങൾ, പല ജോക്കുകളും നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. പല സാഹചര്യങ്ങളിൽ അവരെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പാർട്ടിക്ക്, ഞങ്ങളുടെ കമ്പനി പാർട്ടിയൊക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ഈ കളു പിടിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേക സെഷനുകൾ, അങ്ങനെ ഒത്തിരി പരിപാടീസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഇച്ചിച്ചിയൊക്കെ തോന്നും, നീ എന്തുവാ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ. പക്ഷെ ഒരു ദൈവ പൈതലിന് എപ്പോഴും ഒരു വേർപാട് വേണം ഈ ലോകത്തിൽ നിന്ന്. കാരണം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുത്തുന്നതൊന്നും ഞാനും നിങ്ങളും ചെയ്യരുത്. സ്തോത്രം. എന്ത് നഷ്ടപ്പെടുത്താലും ഹോളി സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, പരിശുദ്ധാത്മാവ് ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മളെപ്പോലെ പിന്നെ കാണാൻ കൊള്ളാവുന്ന ആരുമില്ല. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവ് പോയാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. जोशुआ, एक बार पवित्र आत्मा निकल गया मेरे और आपकी जिंदगी से, एक बार पवित्र आत्मा ने बोला चाचा मैं तेरे अंदर नहीं वास कर सकता, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തി വന്നതിൻ്റെ വേദന അനുഭവിച്ച ഒരാളാണ് നിങ്ങളോട് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കും, സ്നാനപ്പെടുന്നതിന് മുമ്പ് അല്ല, സ്നാനപ്പെട്ട ശേഷം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അയ്യോ, എല്ലാവരും എന്നെ നോക്കണം, അയ്യോ എല്ലാവരും എന്നെ കൊല്ലും, ഇവരെല്ലാം ഇതെന്നെ വെടിവെക്കും കേട്ടോ.
സത്യങ്ങളൊക്കെ പറയണം ദൈവങ്ങളെ. നമ്മൾ ഈ ചുമ്മാ ഈ ഫേക്ക് ഇമേജ് ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. യേശു വരാറായി. നിങ്ങളെല്ലാം, ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് യേശു ഇപ്പം വരുമ്പോൾ നിങ്ങളെല്ലാം പോയി പ്രസന്റ് ബാബു എടേ ഞാൻ പോവാന്നേ. എന്നെ പോലെ പിന്നെ തോറ്റൊരു വ്യക്തി സാക്ഷി ഉലകത്തിൽ കിട്ടത്തില്ല. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരുമ്പോൾ ദൂതം വന്ന് റാപ്ചർ ഹാപ്പൻ, യു ഓൾ ആർ ഗോയിങ് ആൻഡ് യു ഓൾ ആർ പാസ്റ്റർ ബ്ലെസ്ഡ് ബൈ. അയ്യോ എന്റെ യേശുവേ, എന്നെ പോലെ ഒരു തോറ്റ വ്യക്തി ഉലകത്തിൽ കാണത്തില്ല. എന്റെ പ്രിയരെ, നമുക്ക് ഫേക്ക് ആകില്ല, നമുക്ക് റൈറ്റ് ആയാൽ മതി യേശുവിന്റെ സ്ഥലത്ത്. നമ്മൾ ആരും നമ്മളെ ഇങ്ങനെ പൊക്കി പറഞ്ഞില്ലേലും നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ക്ലീൻ ഇമേജ് ആണോന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇയാൾ ഒരു ദൈവഭക്തനാണെന്ന് തോന്നണം, അത്രയും മതി. നീതിയുള്ള ഹൃദയം നമ്മളിൽ വാഴട്ടെ, റൈറ്റ് സ്പിരിറ്റ് നമ്മളെ ഭരിക്കട്ടെ, ഒരു ക്ലീൻ ഹാർട്ട് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഇവിടുന്ന് പോയി, ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇന്ന് എല്ലാവരും കൺഫർമേഷൻ എടുത്തവരാ. ഏതെങ്കിലും മേഖല നിങ്ങൾക്ക് ജോലി സ്ഥലത്തോ വീട്ടിലോ ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇന്ന് കഴിയുമ്പം ഒരു ഫോൺ വിളിക്കണം. അച്ഛാ എന്തുകൊണ്ട് അമ്മാമേ സൗഖ്യമായിട്ടിരിക്കുന്നോ, എല്ലാം ഓക്കെ അല്ലേ? ഞാനൊരു ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, പ്ലീസ് എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഡിസംബർ 31 കഴിഞ്ഞ വർഷം ഞാനൊരു പാസ്റ്ററിനെ വിളിച്ചു. നാട്ടിലെങ്ങാണ് കിടക്കുന്ന പാസ്റ്റർ. എന്നോടൊന്നും ചെയ്തിട്ടില്ല. പുള്ളി എന്തോ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രയേ ചെയ്തുള്ളൂ. പുള്ളി എന്തോ പറഞ്ഞു, എനിക്ക് പുള്ളി പറഞ്ഞു. ആ പുള്ളി അത് അറിഞ്ഞുകൊണ്ട് പോലും അല്ല പറഞ്ഞു, എന്തോ ഒരു ജോക്ക് പറഞ്ഞ കൂട്ടത്തിൽ എന്തോ ഒന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടു. ഞാനിത് വെച്ചോണ്ട്, ആ പുള്ളി മറന്നുപോയി. ഞാനിത് വെച്ചോണ്ട് ഒരു വർഷം മൊത്തവും നടക്കുക. ഞാൻ 31 വിളിച്ചു, പാസ്റ്ററിനെ എന്തുകൊണ്ട് സന്തോഷം, മോനെ എന്താ വിളിച്ച്? എനിക്ക് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട്. എന്തുവാടാ, എപ്പോഴായിരുന്നടാ? പുള്ളി മറന്നുപോയി. ഞാനിത് വെച്ചോണ്ട് നടക്കുക. എന്നോടൊന്ന് ക്ഷമിക്കണേ. സ്തോത്രം. പുള്ളിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കൊന്നും വേണ്ട. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയട്ടെ. സ്തോത്രം. ഞാൻ ഒത്തിരി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എനിക്ക് അനുവാദവും തരുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാതെ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ആ വചനം മനസ്സിലാകണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. ഒരു നാഥാൻ വേണ്ടി വന്നു ദാവീദിന് അവൻ്റെ പാപത്തെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നാഥാനെ ദൈവം അയച്ചത് ദാവീദിനോട് കാണിച്ച ഏറ്റവും വലിയ വിശ്വസ്തതയായിരുന്നു. അല്ലെങ്കിൽ ദാവീദ് നശിച്ചു പോയനെ. ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വീണ് നാഥാൻ തീർന്നു പോയനെ. സ്തോത്രം. ചില കണ്ണുകൾ നനയുന്നത് ഞാൻ കണ്ടു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ചിലരുടെയൊക്കെ കണ്ണുകൾ നനയുന്നത് ഞാൻ കണ്ടു. ഓ പ്രഭാന ഹതന ജഗൽഖനാദിയ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രക്ക് ചെയ്തു. ഞാൻ ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ പാപത്തെ ഉണർത്തിയതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുക. ഒരു നാഥാൻ പ്രവാചകന്റെ ശുശ്രൂഷ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുക. സ്തോത്രം. ആ പാപി നീയാ. സ്തോത്രം. മറ്റാരെ പറ്റിയല്ല പറയുന്നത്, ആ പാപി നീയാ. ഇന്ന് പകൽ നിനക്ക് ദൈവം ഒരു ചാൻസ് തരികയാ മടങ്ങി വരാനാ. ദൈവം നിനക്കൊരു ചാൻസ് തരികയാ. ആ കവനന്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. ദൈവം നിനക്കൊരു ചാൻസ് തരികയാ. കം ബാക്ക് ആൻഡ് റെസ്റ്റോർ ദാറ്റ് കവനന്റ്. ആ ദൈവിക പ്രമാണത്തിനകത്ത് മടങ്ങി വാ. ആ ദൈവ സ്നേഹത്തിനകത്ത് മടങ്ങി വാ. ആ ദൈവിക കൂട്ടായ്മയ്ക്കകത്ത് മടങ്ങി വാ. ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വാ. ഉപവാസത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുക. പ്രിയരെ, ദൈവം നമ്മളെ ഒത്തിരി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥനകളോടെ നമ്മുടെ ഇന്നത്തെ സഭായോഗം നമുക്ക് നിർത്താം. പ്രൈസ് ഗോഡ്. ഈ വെള്ളിയാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഓക്കെ. എങ്ങും ഇല്ലെങ്കിൽ നമ്മുടെ ബെന്നിച്ചാൻ്റെ വീട്ടിൽ. സ്തോത്രം. എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഇന്നലെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ അവിടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് കേൾക്കുവാണെങ്കിൽ എൻ്റെ വീടും തുറന്നു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വന്ന് 10 ദൈവമക്കളൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഇതൊക്കെയുള്ള അനുഗ്രഹം. ഇതൊക്കെയുള്ള അനുഗ്രഹം. സ്തോത്രം. അതുകൊണ്ട് അങ്കളുടെ വീട്ടിലായിരിക്കും പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവം തന്ന എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ സ്തോത്രം. ഞങ്ങളുടെ പഴയ പാസ്റ്ററിൻ്റെ കാര്യം പറയില്ലെന്ന് ആൻറ്റി എന്നോട് സ്ട്രിക്ട്ലി പറഞ്ഞത്. സ്തോത്രം. പഴയത് കാര്യം ഒന്നും പറയില്ലെന്ന്. പക്ഷെ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പം എന്ത് ചെയ്യണം, ഞങ്ങളും ഇന്ന് പോയി ബാങ്കിൽ പോയി സ്പെസിഫിക്കലി പോയി പൈസ എടുത്തിട്ടും അപ്പം ഒരു ക്യാഷ് എന്തെങ്കിലും ഒന്ന് കരുതി കർത്താവിന് വേണ്ടി $5 ഉണ്ടെങ്കിലും അതങ്ങ് കൊടുത്തേരും. നമുക്ക് കർത്താവിൻ്റെ ഒന്നും വേണ്ട.
സ്തോത്രം. $5 ഉള്ളെങ്കിൽ ആ കൾച്ചറൊന്നും, അയ്യോ എനിക്ക് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി, അയ്യോ അങ്ങനെ ചിന്തിക്കല്ലേ അച്ഛാ, എനിക്കൊന്നും തരുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പോക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. അത് ദൈവസഭയ്ക്കകത്ത് ഭണ്ഡാരത്തിനകത്ത് നമുക്ക് നമ്മുടെ ദൈവസഭയിലെ ഭണ്ഡാരം നിറയണ്ടേ. എന്നാലല്ലേ നമുക്കിനിയും ഒത്തിരി പ്ലാൻസ് വരിക. നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ നമ്മൾ സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങാൻ പോവുക. സ്വതന്ത്ര തണുപ്പ് വന്നു പോയി, എന്നാൽ പോലും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോൾ ഇറങ്ങണമെങ്കിൽ ആമേൻ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ ധാരാളം ഉണ്ടാകണം. ധാരാളം ഉണ്ടായാൽ മാത്രമേ നമുക്കും അനുഗ്രഹം വരുന്നുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഈ ആഴ്ച പോകട്ടെ, അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾ ആരും മറന്നു കളയല്ലേ. ശരണേ, താങ്ക് യു വെരി മച്ച്. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ $5 കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വരണം. ആമേൻ. യേശു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ വിതയ്ക്കണം. അത് ഞാൻ അങ്കിള് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്കിളിനോട് ദേഷ്യം വരും. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലല്ലോ, എന്നോട് ദേഷ്യപ്പെട്ടോ കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം. ഒരു ഈരടിയും ഓക്കെ, ഒരു പാട്ട് പാടാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. രാജാവായി വാഴ്ത്തികളെ വിടുമ്പോൾ അവൻ രാജാവായി യേശു എനിക്കു
ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുമേശയിൽ നിന്ന് ഹല്ലേലൂയ പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച ദൈവജനത്തായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ ഹല്ലേലൂയ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ നടത്തണമേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവമേ സ്ഥിരമായ ആത്മാവിനെ എന്നെ പുതുക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനായിരുന്നു, എത്ര വിശ്വസനായി നമ്മൾ ഓരോരുത്തരെയും ഹല്ലേലൂയ ഹല്ലേലൂയ തള്ളിക്കളയാൽ എത്രത്തോളം പരിപാലിച്ചു കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദിവസനായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ പാതയോടെ ഇരുന്ന് കർത്താവേ ഹല്ലേലൂയ പാടുവാൻ, പ്രാർത്ഥിപ്പാനും ഘോഷിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് സഹായിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവേ അവിടെ നിങ്ങൾ കേൾപ്പിച്ച ദൈവവചനങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ ഞങ്ങളെ തന്നെ ഒന്നും കൂടെ ശോധന ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് സ്ഥിരമായി ഞങ്ങൾ വാഴുവാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ശോധന കൊണ്ട് ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരണത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളായിരിക്കും നടത്തുന്ന കർത്താവെ യേശുവിനെ കാണുവാൻ ഹല്ലേലൂയ ഞങ്ങൾ കൂടെ കർത്താവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവെ ഞങ്ങളെ ആക്കിയിരിക്കുന്നിടത്തെല്ലാം കർത്താവെ വിശ്വസരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം കടന്നു എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാത്ത ഭവനങ്ങളിലും ജോലിയിലായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഒരാഴ്ചക്കാലം മുഴുവൻ വിശ്വസയോട് ദൈവകൃപയോട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീട്ടപ്പെട്ട ഈ വഴിപാടിനോട് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതുപോലെ കാലം കർത്താവിന്റെ ദാസനെ കർത്താവ് ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതായി സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുമായി സമർപ്പിക്കുന്നു. സർവ്വ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നാം പ്രാർത്ഥിച്ചു